സത്യമായിട്ടും. എനിക്ക് ഭയങ്കര പേടിയായിരുന്നു സ്റ്റേജിൽ കയറാൻ. ഞാന് ചെറുപ്പത്തില് നന്നായിട്ട് പാട്ട് പാടുമായിരുന്നു. അങ്ങനെ എല്ലാ ഞായറാഴ്ചയും ഞങ്ങക്ക് ഒരു പാട്ടിൻ്റെ ഒരു മത്സരം നടക്കും. മത്സരം എന്ന് പറഞ്ഞാൽ പാടാൻ അറിയുന്ന എല്ലാവരും വന്ന് പാടുക എന്നുള്ളതാ. അപ്പം ഞാൻ അതുപോലെ എല്ലാ ഞായറാഴ്ചയും പാടാൻ പോവും. അപ്പോൾ സ്റ്റേജിൽ കയറി നിന്നിട്ടാണല്ലോ പാടുന്നത്. മൈക്കും കയ്യിലുണ്ടാവും. അപ്പോൾ അത് നമുക്കൊരു ആ കുട്ടിക്കാലത്ത് അതൊരു പ്രൗഡാണ്. ഒരു സ്റ്റേജിൽ കയറി എന്ന് പാടുക എന്നുള്ളത്. എൻ്റെ ഫ്രണ്ട്സുകളൊന്നും പാടുകയൊന്നുമില്ല. അവർക്ക് പാടാൻ അറിയില്ല എന്ന് പറയും. പക്ഷെ ഞാൻ വളരെ കോൺഫിഡൻസോടുകൂടി പാടുമായിരുന്നു. അങ്ങനെ ഒരു ദിവസം പാടിയപ്പോൾ എൻ്റെ ഒരു പാട്ടിൻ്റെ ലിറിക്സ് ഭയങ്കരമായിട്ട് തെറ്റിപ്പോയി. ഒരു ബന്ധവുമില്ലാത്ത ലിറിക്സായി. പക്ഷെ ആ രീതിയുണ്ട്, പക്ഷെ ഒരു ബന്ധവുമില്ല. അങ്ങനത്തെ ഒരു ലിറിക്സ് ആയിപ്പോയി. അപ്പോൾ ഞാൻ എന്ത് ചെയ്തെന്നറിയോ, അത് അന്ന് കുട്ടിയല്ലേ, എനിക്കറിയില്ലല്ലോ അതൊക്കെ ഇങ്ങനെ പാടാൻ പാടില്ല എന്നുള്ളത്. അങ്ങനെ ഞാനത് പാടിക്കഴിഞ്ഞ് ഇറങ്ങി വന്നു. അപ്പോൾ എൻ്റെ സാർ എന്നെ നല്ലതായിട്ട് ദേഷ്യപ്പെട്ടു. ലിറിക്സ് ഒന്നും അറിയില്ലെങ്കിൽ അവിടെ കയറി ഒന്ന് പാടരുത് എന്നുള്ളത്. ഒരു സൗമ്യമായ ഒരു ഭാഷയിലാണ് സംസാരിക്കുന്നതെങ്കിൽ എനിക്ക് മനസ്സിലാക്കാം. പക്ഷേ എന്നെ അടിക്കാൻ വരുന്ന പോലെ, അല്ലെങ്കിൽ എനിക്ക് അത്രയും വിഷമമുണ്ടാകുന്ന രീതിയിലാണ് സംസാരിച്ചത്. അപ്പം ഞാൻ അത് കേട്ടപ്പോൾ ഷോക്കായിപ്പോയി. ആ സാർ അങ്ങനെ പറയാത്തതാണ്, പക്ഷെ പെട്ടെന്ന് ഇങ്ങനെ പറഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര ഷോക്കായിപ്പോയി. അതിനുശേഷം പിന്നെ ഞാൻ പല വേദികളിലും പാടാൻ കയറിയിട്ട് ഞാൻ പകുതി വെച്ച് നിർത്തിയിട്ട് ഇറങ്ങി വരും. കാരണം എനിക്ക് പിന്നെ കിട്ടില്ല, പിന്നെ ബ്ലാങ്ക് ആയി പോവും. ആദ്യത്തെ കുറച്ച് കഴിഞ്ഞാൽ പിന്നെ ഫുൾ ബ്ലാങ്കാ. പിന്നെ ഞാൻ എത്ര ആലോചിച്ചിട്ടും അത് എനിക്ക് തിരിച്ച് കിട്ടില്ല. അങ്ങനെ ഒരു ദിവസം പാട്ട് മതിയാക്കിയിട്ട് കഥാപ്രസംഗം പറയാമെന്ന് വിചാരിച്ചു. അങ്ങനെ കഥാപ്രസംഗം പറയുമ്പോൾ ആദ്യത്തെ 2 പിന്നെ പാട്ടുകളൊക്കെ പാടി, കഥാപ്രസംഗത്തിനിടയിലുള്ള പാട്ടുകൾ. പക്ഷേ പിന്നെ എനിക്ക് പാട്ട് മിസ് ചെയ്തു. പിന്നെ എനിക്ക് ബ്ലാങ്കായി, ഒന്നും പറയാൻ കിട്ടാതായി. ഞാനങ്ങനെ ഇറങ്ങി വന്നു. അങ്ങനത്തെ ഒരു സിറ്റുവേഷനിലൂടെ ഞാൻ കടന്നുപോയി. പിന്നെ ഞാൻ അന്ന് വിചാരിച്ചു, അന്ന് ഞാൻ ചെറിയ കുട്ടിയാണ്, 10 വയസ്സൊക്കെ ആയിട്ടേ ഉള്ളൂ. അന്ന് ഞാൻ വിചാരിച്ചു, ഇനി ഞാൻ മേലെ സ്റ്റേജിൽ കയറില്ല, ഒരു കാര്യവും ഞാൻ ചെയ്യില്ല എന്നുള്ളത്. അന്ന് മുതൽ ഞാൻ കുറേ വർഷത്തേക്ക് സ്റ്റേജിൽ കയറിയിട്ടേ ഇല്ല. പിന്നെ ഞാൻ വിചാരിച്ചിട്ടുണ്ട്, ഇനി ജീവിതത്തിൽ ഒരിക്കലും ഞാൻ കയറില്ല എന്ന് തന്നെയാണ് വിചാരിച്ചത്. കാരണം സ്റ്റേജും മൈക്കും എനിക്ക് അന്ന് മുതൽ ഭയങ്കര പേടിയായിരുന്നു. പക്ഷേ ഇന്നത്തെ എൻ്റെ അവസ്ഥ അതല്ല. ഇന്ന് എനിക്ക് സ്റ്റേജിൽ കയറാൻ പറ്റുന്നുണ്ട്, സംസാരിക്കാൻ പറ്റുന്നുണ്ട്, എനിക്ക് പേടിയില്ല. എന്ന് വെച്ചാൽ ഞാൻ ഭയങ്കര കോൺഫിഡൻസ് ആണ്, ഭയങ്കര ഇതാണെന്നല്ല. സുകുമാർ അഴീക്കോട് പറഞ്ഞിട്ടുണ്ട്, ഒരുപാട് സ്റ്റേജുകളിൽ കയറിയ ഒരു വ്യക്തിയാണ്, എങ്കിലും സ്റ്റേജിൽ കയറുമ്പോൾ ഒരു പേടി ഉള്ളിലുണ്ട് എന്നുള്ളത്. അദ്ദേഹത്തിനടക്കം പേടിയുണ്ട്, ആ പേടി എനിക്കും ഉണ്ട്. പക്ഷെ അതല്ല ഞാൻ ഉദ്ദേശിച്ചത്. ഒരാൾ എന്നോട് സംസാരിക്കാൻ പറഞ്ഞാൽ എനിക്ക് പെട്ടെന്ന് പോയി മൈക്ക് പിടിച്ച് സംസാരിക്കാൻ കഴിയുമെന്നുള്ളതാണ്